നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, ഇരവിപുരം എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. മലനിരകളുടെ താഴ്വരയിൽ പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ നിയോജക മണ്ഡലം. കുന്നത്തൂരിന്റെ വികസന ചരിത്രവും നാടിന്റെ മുഖച്ഛായ മാറ്റിയ, ജനജീവിതം മെച്ചപ്പെടുത്തിയ സമീപ വർഷങ്ങളിലെ വിവിധ വികസന പദ്ധതികൾ അടുത്തറിയാം. കാർഷിക സമൃദ്ധിയിലും വ്യവസായത്തിലും സാമൂഹിക അഭിവൃദ്ധിയിലും കുന്നത്തൂർ കൈവരിച്ച നേട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കുന്നത്തൂർ പ്രകൃതി രമണീയമായ കുന്നുകളും താഴ്വരകളും ജലാശയങ്ങളും നിറഞ്ഞ മനോഹരമായ പ്രദേശമാണ്. ചരിത്രപരമായ പ്രാധാന്യമുള്ള നിരവധി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. കൃഷിയും ചെറുകിട വ്യവസായങ്ങളും കച്ചവടവും ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങളാണ്. ഈ പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ വഴി ബൃഹത്തായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വന്ന പുരോഗതി എടുത്തു പറയേണ്ടതാണ്. പ്രധാന പദ്ധതികളെക്കുറിച്ച് നമുക്കിനി ഓരോന്നായി പരിശോധിക്കാം. ഗതാഗത രംഗത്ത് ഒരു നാഴികക്കല്ലായ പദ്ധതിയാണ് കണ്ണങ്കാട്ടുകാട് പാലം. കല്ലടയാറിന് കുറുകെ നിർമ്മിച്ച ഈ പാലം കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ ചെറുപൊയ്കയും മിയണ്ണൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. വർഷങ്ങളായുള്ള ഈ പ്രദേശവാസികളുടെ സ്വപ്നമാണ് ഇതോടെ സഫലമായത്. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 24,94,00,000-ലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പാലം ഈ മേഖലയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി. പാലം വന്നതോടെ ചെറുപൊയ്ക, മീയണ്ണൂർ, കടമ്പനാട് എന്നീ പ്രദേശങ്ങളിലുള്ളവർക്ക് ദേശീയപാതയിലേക്കും കൊല്ലം നഗരത്തിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പദ്ധതിയാണിത്. കൂടാതെ അപകടങ്ങൾ ഒഴിവാക്കാനും യാത്രാസമയം കുറയ്ക്കാനും പാലം സഹായിക്കുന്നു. പാലത്തിന്റെ നിർമ്മാണത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതി പ്രകാരം കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനമായി വർക്കുകൾ നടന്നു വരികയാണ്. അയൽ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ അതിന് വളരെ ഉദാഹരണമാണ്. നീലേശ്വരം കൊട്ടാരക്കര പുത്തൂർ ശാസ്താംകോട്ട റോഡ് 24 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വർക്ക് ഏകദേശം BM-ലെത്തി നിൽക്കുകയാണ്. ഇനി BC കൂടി ചെയ്താൽ ആ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാകും. അതേപോലെ തന്നെ കുണ്ട്ര മുളവന ചുറ്റുമല മൺട്രോത്തുരുത്ത് റോഡ് ഏകദേശം അതും 25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം 95% പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 4 മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെറ്റമുക്ക് താമരക്കുളം റോഡ് ഏതാണ്ട് 90 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം, അതും വർക്ക് ഏകദേശം പൂർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്. ചുറ്റുമല മാലുമേൽ കടവ് റോഡ് അത് ഏകദേശം വർക്ക് പൂർത്തീകരിച്ചു. വളരെ ഭംഗിയായി 88 കോടി രൂപയുടെ പ്രവർത്തനമാണ് അക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകളും നാഷണൽ ഹൈവേ വിഭാഗത്തിലുള്ള റോഡുകളുമെല്ലാം വളരെ നന്നായി BM and BC നിലയിലാണ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അരിനെല്ലൂർ പെരിങ്ങലം പാലം കുന്നത്തൂരിന്റെ വികസനത്തിന് കരുത്തേകുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി ധനസഹായം ലഭിച്ച ഈ പാലം കേരള റോഡ് ഫണ്ട് ബോർഡ് തന്നെയാണ് നിർമ്മാണം ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഈ പാലം പൂർത്തിയാകുന്നതോടെ കുന്നത്തൂർ മുതൽ അരിനെല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടും. പെരിങ്ങലം പ്രദേശം കുന്നത്തൂരിന്റെ മറ്റ് ഭാഗങ്ങളുമായി കൂടുതൽ അടുക്കും. കൃഷി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് ഈ പാലം സഹായമാകും. വിനോദസഞ്ചാര രംഗത്തും ഈ പാലം വഴി പുതിയ സാധ്യതകൾ തുറന്നുവരും.
പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഉടൻ തന്നെ നാടിന് സമർപ്പിക്കും. കൊല്ലം ജില്ലയുടെ വികസനത്തിന് മുതൽക്കൂട്ടായ കൊന്നയിൽ പാലം കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പദ്ധതിയാണ്. ചിറയിൽ തോടിനു കുറുകെ നിർമ്മിച്ച ഈ പാലം കൊല്ലം മധുര ദേശീയപാതയും കൊട്ടാരക്കര പുനലൂർ സംസ്ഥാന പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 36,20,00,000-ലധികം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. പാലം വഴി ദേശീയപാതയിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. കൊട്ടാരക്കര, കുന്നത്തൂർ, പുനലൂർ എന്നീ പ്രദേശങ്ങളിലെ ഗതാഗത ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഈ പാലം നിർണായക പങ്ക് വഹിക്കുന്നു. ചരക്ക് ഗതാഗതവും എളുപ്പമായി. പാലം നിർമ്മാണത്തിൽ പരിസ്ഥിതി സൗഹൃദ രീതികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. റോഡുകൾ ഒരു നാടിന്റെ ജീവനാഡിയാണ്. കുന്നത്തൂരിന്റെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ റോഡ് വികസന പദ്ധതികൾക്ക് വലിയ സ്ഥാനമുണ്ട്. ശാസ്താംകോട്ട, കൊട്ടാരക്കര, നീലേശ്വരം കോടതി കോംപ്ലക്സ് റോഡിന്റെ നവീകരണം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 28,05,00,000-ലധികം രൂപ ചെലവഴിച്ച് ഈ റോഡ് നവീകരിച്ചു. റോഡിന്റെ വീതി കൂടുകയും വശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ കെട്ടുകയും ഓടകൾ നിർമ്മിക്കുകയും ചെയ്തു. റോഡിൽ അപകട സൂചന ബോർഡുകൾ സ്ഥാപിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചു. റോഡ് നവീകരിച്ചതോടെ യാത്ര സുഗമവും സുരക്ഷിതവുമായി. വാഹനങ്ങളുടെ വേഗത കൂടി. ഇന്ധനം ലാഭിക്കാം. ഈ റോഡ് കുന്നത്തൂരിന്റെയും കൊട്ടാരക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന മാർഗമാണ്. ചിറ്റുമല മലമേൽ റോഡിന്റെ വികസനം കുന്നത്തൂരിലെ ഗ്രാമീണ മേഖലയുടെ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്ന പദ്ധതിയാണ്. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന 73,83,00,000-ലധികം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് വികസിപ്പിച്ചത്. ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതോടെ ഗ്രാമങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ എളുപ്പമാകും. കൃഷിക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഇത് വലിയ സഹായമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ഗ്രാമീണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് റോഡ് വികസനം അനിവാര്യമാണ്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് കൊല്ലം മണ്ഡലത്തെയും കുന്നത്തൂർ മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമൺ ബ്രിഡ്ജ്. 52 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇനി ഏകദേശം ഒരു 15% ഉള്ളൂ പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി പടിഞ്ഞാറോട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണങ്കാട്ട് കടവ് പാലം, നേരത്തെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതായിരുന്നു. അപ്പോൾ കൊല്ലത്ത് നിന്നും ഭരണിക്കാവിലേക്കും പത്തനംതിട്ടയിലേക്കും ആലപ്പുഴയിലേക്കും വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായി ആ റോഡ് മാറാൻ പോവുകയാണ്. കുന്നത്തൂരിന്റെ സാമ്പത്തിക അടിത്തറയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഫിഷറീസ് മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് മത്സ്യ മാർക്കറ്റിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ ജില്ലകളിൽ മത്സ്യ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിന് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് 13,62,00,000-ലധികം രൂപ അനുവദിച്ചു. തുടർന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ രണ്ടാം ഘട്ട പദ്ധതിക്കായി 15,11,00,000-ലധികം രൂപയും അനുവദിച്ചു. ഈ പദ്ധതികളിലൂടെ മത്സ്യ മാർക്കറ്റുകളുടെ ആധുനികീകരണം, ശീതീകരണ സംവിധാനങ്ങൾ, ശുചിത്വ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും മത്സ്യ വിപണനം മെച്ചപ്പെടുത്താനും ഈ പദ്ധതികൾ സഹായിക്കും. കൂടാതെ മത്സ്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനും സർക്കാർ സഹായം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കുന്നത്തൂർ വലിയ മുന്നേറ്റം നടത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ക്ലസ്റ്റർ 5 പദ്ധതിക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ 14,34,00,000-ലധികം രൂപ അനുവദിച്ചു. കൊല്ലം ക്ലസ്റ്റർ രണ്ടാം ഘട്ടത്തിനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ 39,73,00,000-ലധികം രൂപയും അനുവദിച്ചു. കൊല്ലം ക്ലസ്റ്റർ 1-ന് 19,39,00,000-ലധികം രൂപയും കൊല്ലം, കോട്ടയം, എറണാകുളം ക്ലസ്റ്റർ രണ്ടാം ഘട്ടത്തിനായി 18 കോടി രൂപയും അനുവദിച്ചു. ഈ പദ്ധതികളിലൂടെ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി സൗകര്യങ്ങൾ, ശുചിമുറികൾ എന്നിവ നവീകരിക്കുന്നു. അധ്യാപകർക്ക് പരിശീലനം നൽകുന്നു. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഇവ സഹായിക്കും.
വിദ്യാർത്ഥികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കാൻ അവസരം ലഭിക്കുന്നു. 4.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പുതിയ മന്ദിരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് മെയിൻ വർക്കുകൾ മാത്രമേ ഇനി അതിലുള്ളൂ. അതുമാത്രമല്ല 5 നില ബഹുനില കെട്ടിടം വരുന്നതിന് വേണ്ടി 50 കോടി രൂപയുടെ ഭരണാനുമതി എത്രയും വേഗം ലഭിച്ചാൽ ബഹുനില കെട്ടിടം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിക്ക് എത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആസ്ഥാനമായിട്ടുള്ള ശാസ്താംകോട്ടയിൽ റവന്യൂ വകുപ്പിൻ്റെ മിനി സിവിൽ സ്റ്റേഷൻ അത് ഏകദേശം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഊരാളങ്കൽ ലേബർ കോൺട്രാക്റ്റഡ് സൊസൈറ്റിയാണ് ആ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ആദ്യ നിലയിൽ 12 കോടി രൂപയാണ് അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 5 നില ബഹുനില കെട്ടിടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ വാടക കെട്ടിടത്തിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ഓഫീസുകളും ഒരു കുടക്കീഴിൽ എത്തിക്കുക, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അങ്ങനെ നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ആരോഗ്യ മേഖലയിൽ കുന്നത്തൂരിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രദ്ധേയമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. 140 നിയോജക മണ്ഡലങ്ങളിൽ 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് 236 കോടി 30 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചു. ഈ പദ്ധതിയിലൂടെ ആശുപത്രികളിൽ ആധുനിക സൗകര്യങ്ങളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്നു. പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ ഇത് സഹായിക്കും. കൂടാതെ ആശുപത്രികളുടെ കെട്ടിടങ്ങൾ നവീകരിക്കാനും പുതിയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങാനും സർക്കാർ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ ഈ വികസനം സാധാരണ ജനങ്ങൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ സഹായിക്കും. സമീപ മണ്ഡലങ്ങളെ കൂടി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനമാണ് ഏറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളുടെ സമഗ്രമായ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശൂർനാട് CHC 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഐസൊലേഷൻ വാർഡ് പൂർണ്ണമായും നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ MLAമാരുടെ ആസ്തി വികസന ഫണ്ട് 5 കോടി രൂപയായിരുന്നു. അതിൽ 4 കോടി രൂപ ഗവൺമെൻറ് കോവിഡ് പദ്ധതികൾക്ക് വേണ്ടി എടുത്തതിൻ്റെ ഫലമായി ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഐസൊലേഷൻ വാർഡ് ഒരു ആശുപത്രിയിൽ അത് ശൂർനാട് CHC ആണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിക്ക് 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഡയാലിസിസ് സെൻറ്റർ യൂണിറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചു. അങ്ങനെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനമാണ് നടന്നു വരുന്നത്. പെരുമൺ കണ്ണങ്കാട്ട് റോഡ് മാറുന്നു. അപ്പോൾ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനം നടന്നു വരികയാണ്. മൈനാപ്പള്ളി റെയിൽവേ മേൽപ്പാലം എത്രയോ വർഷക്കാലമായി ആ പ്രദേശത്തെ ജനങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങളും തമ്മിൽ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് മൈനാപ്പള്ളി റെയിൽവേ മേൽപ്പാലം. അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. 47 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് ലാൻഡ് ഓണേഴ്സിൻ്റെ തുക അവർക്ക് കൊടുക്കാനുള്ള വിഹിതം എത്രയും വേഗം കൊടുത്തുകൊണ്ട് ടെൻഡർ നടപടിയിലേക്ക് പോയി അതിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നു. അങ്ങനെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനം കഴിഞ്ഞ ഏറെ നാളുകളായി നടന്നു വരുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായി കുന്നത്തൂർ മണ്ഡലം മാറുകയാണ്. ടൂറിസം മേഖലയിൽ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനത്തിൻ്റെ പന്താവായി കുന്നത്തൂർ മണ്ഡലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുന്നത്തൂർ മണ്ഡലത്തിലെ ജനങ്ങളും പൊതുപ്രവർത്തകരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒത്തൊരുമയോടുകൂടിയുള്ള സഹായം അക്കാര്യത്തിൽ എനിക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനമെല്ലാം പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്നത്. 2 വർഷത്തിനുള്ളിൽ എത്രമാത്രം വികസനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അത് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവ കൂടാതെ കുന്നത്തൂരിലെ സമഗ്ര വികസനത്തിന് ലക്ഷ്യമിട്ടുള്ള മറ്റ് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. വൈദ്യുതി വിതരണ രംഗം മെച്ചപ്പെടുത്താൻ പവർ വകുപ്പ് ക്വൈലോൺ പാക്കേജ് എന്ന പേരിൽ 108 കോടി 91 ലക്ഷത്തിലധികം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിലൂടെ വൈദ്യുതി ലൈനുകൾ നവീകരിക്കുകയും ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് വകുപ്പ് വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ഭാഗമായി നൈപുണ്യ വികസന പരിപാടികൾക്ക് 27 കോടി 50 ലക്ഷം രൂപ അനുവദിച്ചു. ഇതിലൂടെ പ്രാദേശിക ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാനും യുവജനങ്ങൾക്കിടയിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ശുദ്ധജല വിതരണം, പാർപ്പിട പദ്ധതികൾ, സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയ പദ്ധതികൾ ഗ്രാമീണ മേഖലയിൽ വലിയ മാറ്റം വരുത്തുന്നു. കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ സംസ്ഥാനത്തെ
എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കിഫ്ബി പദ്ധതി പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങൾ, കുന്നത്തൂർ മണ്ഡലത്തിലും സമഗ്രമായിട്ടുള്ള കിഫ്ബി പദ്ധതിയുടെ വികസന പ്രവർത്തനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി വർക്കുകൾ ഓൺഗോയിങ് ആയിട്ട് നടക്കുകയാണ്. ഗതാഗത മേഖലയിലായാലും, റോഡുകളുടെ കാര്യത്തിലായാലും, ആശുപത്രിയുടെ കാര്യത്തിലായാലും, സ്കൂളുകളുടെ കാര്യത്തിലായാലും, ടൂറിസം മേഖലയുടെ കാര്യത്തിലായാലും, പാലങ്ങളുടെ കാര്യത്തിലായാലും, കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ സമസ്ത മേഖലകളിലും കിഫ്ബി പദ്ധതി പ്രകാരം വലിയ മാറ്റം, വലിയ വികസനമാണ് കുന്നത്തൂർ മണ്ഡലത്തിൽ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്നും ഇനി എത്രമാത്രം വികസന പ്രവർത്തനം നടത്താൻ കഴിയുമോ ആ വികസന പ്രവർത്തനം അക്കമിട്ട് പഠിച്ചുകൊണ്ട് വികസന പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുവേണ്ടി എല്ലാവരും എന്നോടൊപ്പം സഹകരിക്കുന്നുണ്ട്. മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും നന്നായി അക്കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട്. മാസത്തിലൊരിക്കൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ചു ചേർത്ത് റിവ്യൂ മീറ്റിംഗ് നടത്തിയാണ്, അവലോകനം നടത്തിയാണ് ഈ നിർമ്മാണമെല്ലാം പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുന്നത് തന്നെ. എല്ലാ ഉദ്യോഗസ്ഥരും, എല്ലാ ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമൊക്കെ നമ്മളെ നന്നായി സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ കൂടി ഈ അവസരത്തിൽ നേരുകയാണ്. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും കുന്നത്തൂരിന് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്. പുതിയ വികസന പദ്ധതികളിലൂടെ കുന്നത്തൂർ കേരളത്തിലെ തന്നെ ഒരു മാതൃകാ നിയോജക മണ്ഡലമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൊല്ലം ജില്ലയുടെ തീരദേശ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും സാംസ്കാരിക വൈവിധ്യവും ഒത്തുചേർന്ന നാടാണ് ഇരവിപുരം. കായലോരങ്ങളും കടൽ തീരവും ഇഴചേർന്ന് കിടക്കുന്ന ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക വളർച്ചയിൽ തനതായ ഇടം കണ്ടെത്തിയ ഒരു മണ്ഡലം. ഇങ്ങനെയൊരു പശ്ചാത്തലമുള്ള ഇരവിപുരം ഇന്ന് വലിയൊരു വികസന മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ വിവിധ ഏജൻസികളും ചേർന്ന് നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റിയെഴുതുന്നു. ഗതാഗതം, തീരസംരക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം തുടങ്ങി ജനജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾക്കാണ് ഇരവിപുരം വേദിയാകുന്നത്. നമുക്ക് ആ പ്രധാന വികസന പദ്ധതികളിലേക്ക്, അവ ഇരവിപുരത്തിന് നൽകുന്ന പുതിയ ഊർജത്തിലേക്ക് ഒരു യാത്ര പോകാം. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കിഫ്ബി പദ്ധതികൾ വഴി ഇരവിപുരം മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ഇരവിപുരം നിവാസികളുടെ ചിരകാല സ്വപ്നങ്ങളായിരുന്ന നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബി പദ്ധതി വഴി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനമാണ് തീരദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു പുലിമുട്ട് നിർമ്മാണം. 38 കോടി രൂപയുടെ ഭരണാനുമതി നേടിയെടുത്തുകൊണ്ട് ആ പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ 1ാം ഘട്ടം പൂർത്തിയായതോടുകൂടി തന്നെ കടലുകയറ്റം എന്ന പ്രതിഭാസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇരവിപുരം മേൽപ്പാലം. ആ ഇരവിപുരം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ്. 6 മേൽപ്പാലങ്ങൾക്കാണ് ഇരവിപുരം മണ്ഡലത്തിൽ അനുമതി നേടിയെടുക്കാൻ കിഫ്ബി പദ്ധതി വഴി കഴിഞ്ഞത്. അതിൽ മയ്യനാട് മേൽപ്പാലത്തിന് 17 കോടിയിൽ പരം രൂപ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. അവിടെ ആ ഭൂമിയിൽ നിൽക്കുന്ന മരത്തിൻ്റെ ലേലവും കഴിഞ്ഞു. ആ പദ്ധതിയും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ പോളയത്തോട് മേൽപ്പാലം, കോളേജ് ജംഗ്ഷനിലെ മേൽപ്പാലം, കൂട്ടിക്കട മേൽപ്പാലത്തിൻ്റെ 11-1 നോട്ടിഫിക്കേഷൻ, ഭൂമി ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷനും കഴിഞ്ഞു. അതുപോലെ കല്ലുംതാഴം മേൽപ്പാലം, അങ്ങനെ 6 മേൽപ്പാലങ്ങൾക്ക് അനുമതി നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. 1 പൂർത്തിയാകുന്നു, 1 തുടങ്ങാൻ പോകുന്നു, 4 വിവിധ ഘട്ടങ്ങളിലായി നിൽക്കുകയാണ്. റോഡ് വികസനത്തിൽ കല്ലുപാലം ഇരവിപുരം താന്നി മയ്യനാട് റോഡ് 29 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ BM&BC പ്രവർത്തനമാണ്, റോഡാണ് ചെയ്യുന്നത്. അതിൽ ഒരു ഘട്ടം BM ചെയ്തു കഴിഞ്ഞു. ബാക്കി പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ പള്ളിമുക്ക്, അയത്തിൽ, പാലത്തറ, മൈലാപ്പൂർ റോഡ് അത് പൂർത്തിയായി കഴിഞ്ഞതാണ്. അപ്പോൾ ഈ തരത്തിൽ വളരെ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി പ്രോജക്റ്റ് വഴി നടത്താൻ വേണ്ടി കഴിഞ്ഞു. കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയം, സ്പോർട്സ് പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഇൻഡോർ സ്റ്റേഡിയം
42.38 കോടി രൂപ ഉപയോഗപ്പെടുത്തി അതിൻ്റെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലാണ്. അപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇൻഡോർ സ്റ്റേഡിയം ആയാലും പുലിമുട്ടായാലും അതുപോലെ റോഡ് വികസനമായാലും സ്കൂളുകളുടെ വികസനമായാലും കുടിവെള്ള പദ്ധതിയും ഇതെല്ലാം തന്നെ കിഫ്ബി പ്രോജക്റ്റുകൾ വഴി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം തന്നെയാണ് കിഫ്ബി പ്രോജക്റ്റുകൾ വഴി എൻ്റെ മണ്ഡലത്തിലും ഈ കേരളത്തിലാകെ തന്നെ നടന്നിട്ടുള്ളത്. ഏതൊരു നാടിൻ്റെയും വികസനത്തിൽ ഏറ്റവും പ്രധാനം ഗതാഗത സൗകര്യങ്ങളാണ്. ഇരവിപുരം മണ്ഡലത്തിൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. വർഷങ്ങളായി ജനങ്ങൾ അനുഭവിച്ച യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരമായി നിരവധി റെയിൽവേ മേൽപ്പാലങ്ങൾ, റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ പുരോഗമിക്കുകയാണ്. നമുക്ക് അവ ഓരോന്നായി പരിശോധിക്കാം. റെയിൽവേ ക്രോസുകളിലെ കാത്തിരിപ്പ് ഒഴിവാക്കാൻ പുതിയ മേൽപ്പാലങ്ങൾ വരുന്നത് വലിയ ആശ്വാസമാണ്. പ്രധാനമായും ഇരവിപുരത്തെ ലെവൽ ക്രോസ് നമ്പർ 547 പകരമുള്ള മേൽപ്പാലം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള അഥവാ RBDCK ആണ് നിർമ്മാണം നടത്തുന്നത്. ഏകദേശം 10.8 കോടി രൂപയുടെ ഈ പദ്ധതിക്ക് ഭരണാനുമതി ലഭിക്കുകയും സന്തോഷമെന്ന് പറയട്ടെ 10.9 കോടി രൂപ ഇതിനോടകം റിലീസ് ചെയ്യുകയും നിർമ്മാണം അന്തിമഘട്ടത്തിലുമാണ്. ഇത് ഇരവിപുരം ടൗണിലെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമാകും. അതുപോലെ കൂട്ടിക്കടയിലെ ലെവൽ ക്രോസ് നമ്പർ 549 പകരമുള്ള മേൽപ്പാലം 52 കോടിയോളം രൂപയുടെ ഈ വലിയ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 51 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനായ കല്ലുംതാഴത്ത് നിർമ്മിക്കുന്ന മേൽപ്പാലവും ഇരവിപുരം നിവാസികൾക്ക് പ്രയോജനകരമാകും. 31 കോടിയുടെ ഈ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊന്ന് SN കോളേജ് ഗേറ്റിന് സമീപമുള്ള മേൽപ്പാലം 44.6 കോടി രൂപയുടെ പദ്ധതിയാണിത്. 50 ലക്ഷം രൂപ ഇതിനകം റിലീസ് ചെയ്തിട്ടുണ്ട്. മയ്യനാട് റെയിൽവേ ബ്രിഡ്ജ് മയ്യനാട് PWD റോഡ് ബന്ധിപ്പിക്കുന്ന പദ്ധതിയും പുരോഗമിക്കുന്നു. 26 കോടിയോളം രൂപയുടെ ഈ പദ്ധതിക്ക് 17 കോടിയിലധികം രൂപ ഇതിനോടകം നൽകി കഴിഞ്ഞു. ഈ മേൽപ്പാലങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ കൊല്ലം നഗരത്തിലേക്കും തിരിച്ചുമുള്ള യാത്ര കൂടുതൽ എളുപ്പമാകും. മേൽപ്പാലങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് റോഡുകളുടെ നവീകരണം. ആയത്തിൽ പള്ളിമുക്ക് റോഡ് മെച്ചപ്പെടുത്തുന്ന പ്രവർത്തികൾ കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFBയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. 10.8 കോടി രൂപയുടെ പദ്ധതിയിൽ 9.9 കോടി രൂപയോളം നൽകി കഴിഞ്ഞു. അതുപോലെ കല്ലുംപാലം, ഇരവിപുരം, താനിമുക്ക്, മയ്യനാട് റോഡ് ഇതും KRFB തന്നെയാണ് നടപ്പിലാക്കുന്നത്. 29.4 കോടി രൂപയുടെ ഈ പദ്ധതിക്ക് 7.7 കോടി രൂപ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ റോഡുകൾ ഗതാഗത യോഗ്യമാകുന്നതോടെ പ്രാദേശിക യാത്രകൾ സുഗമമാകും. ഭാവിയിലെ വലിയ സാധ്യതകളാണ് തീരദേശ ഹൈവേ. കൊല്ലം ജില്ലയിലൂടെ കടന്നുപോകുന്ന ഇതിന്റെ ആദ്യ റീച്ചായ കാപ്പിൽ മുതൽ താങ്കശ്ശേരി വരെയുള്ള ഭാഗത്തിന് 179 കോടി രൂപയുടെ അംഗീകാരം ലഭിച്ചു. 50 ലക്ഷം രൂപ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രയോജനം തീരദേശവാസികൾക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും ലഭിക്കും. കാപ്പിൽ പാലം മുതൽ കൊല്ലം വരെയുള്ള മറ്റൊരു ഭാഗം ഇപ്പോൾ പരിശോധനയിലാണ്. അതുപോലെ ആയത്തിൽ NH66 ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈ ഓവർ ഇതും ഇപ്പോൾ മൂല്യനിർണ്ണയ ഘട്ടത്തിലാണ്. ഇത് വന്നാൽ ആയത്തിലെ കുരുക്കിന് വലിയ പരിഹാരമാകും. ഇനി നമുക്ക് ഇരവിപുരത്തിന്റെ തീരദേശ മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കാം. കടലിനോട് ചേർന്ന് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് ഇവിടെ. അവരുടെ സുരക്ഷയും ഉപജീവന മാർഗവും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ഈ മേഖലയിലും സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം തീരസംരക്ഷണമാണ്. കടലാക്രമണം രൂക്ഷമായ കൊല്ലം ബീച്ച് മുതൽ താനി വരെയുള്ള ഭാഗത്ത് കടൽ ഭിത്തി നിർമ്മാണം പോലുള്ള പ്രവർത്തനങ്ങൾക്കായി കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ വഴി 42 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. ഇതിൽ വലിയൊരു ഭാഗം, അതായത് 29 കോടി രൂപ ഇതിനോടകം റിലീസ് ചെയ്തിട്ടുണ്ട്.
ഇത് തീരദേശവാസികൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായി കൊല്ലം ജില്ലയിലെ മത്സ്യ വിപണന അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന 12.8 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ മത്സ്യത്തിന്റെ സംഭരണത്തിനും വിപണനത്തിനും മികച്ച സൗകര്യമൊരുങ്ങും. അത് ഇരവിപുരത്തെ മത്സ്യത്തൊഴിലാളികൾക്കും ഗുണകരമാകും. ഗതാഗതവും തീരദേശവും കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നേരിട്ട് പങ്കുവഹിക്കുന്ന മറ്റ് ചില മേഖലകളിലെ പദ്ധതികൾ നോക്കാം. ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം എന്നീ രംഗങ്ങളിലും ഇരവിപുരത്ത് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് കോവിഡ് പോലുള്ള സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കിയ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ ഇരവിപുരം ഉൾപ്പെടുന്ന നിയോജക മണ്ഡലങ്ങളിലും നിർമ്മിക്കുന്നുണ്ട്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് നിർവഹണം. 236 കോടിയുടെ സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമാണിത്. കൂടാതെ കൊല്ലം ജില്ലാ ആശുപത്രിയിലോ പ്രധാന കേന്ദ്രത്തിലോ കാത്ത് ലാബ്, CCU എന്നിവ സ്ഥാപിക്കുന്ന 80 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു. 57 കോടിയിലധികം രൂപ ഇതിനകം നൽകി. ഇതിന്റെ പ്രയോജനം തീർച്ചയായും ഇരവിപുരം നിവാസികൾക്ക് ലഭിക്കും. സ്കൂളുകളുടെ കാര്യത്തിൽ ഇപ്പോൾ വയനാട് വെള്ളമണൽ സ്കൂള് 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കി. പിന്നെ ഇരവിപുരം സ്കൂള് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ തട്ടാമല സ്കൂളെന്നാണ് അറിയപ്പെടുന്നത്. ആ തട്ടാമല സ്കൂളിന് 3 കോടി. അതുപോലെ തന്നെ കാക്കോട്ടുമല സ്കൂള്, കോയിക്കൽ സ്കൂള്, വാളത്തെങ്കൽ HS, പട്ടത്താനം SNDP UPS ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും ഫണ്ട് കിഫ്ബി പദ്ധതി വഴി ഫണ്ട് അനുവദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ നിരവധി സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തിയായി, ചിലത് നടന്നുകൊണ്ടേയിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കൈറ്റ് നടപ്പിലാക്കിയ കൊല്ലം ക്ലസ്റ്റർ ഫേസ് 1, ഫേസ് 2 പദ്ധതികളിലൂടെ ജില്ലയിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി. 39 കോടിയും 9 കോടിയുമായിരുന്നു ഈ ഘട്ടങ്ങളിലെ തുക. ഇതിന്റെ ഗുണഫലം ഇരവിപുരത്തെ സ്കൂളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തീരദേശ മേഖലയിലെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനത്തിന് KSCADC വഴി 5.6 കോടിയുടെ മറ്റൊരു പദ്ധതിയും നടപ്പിലാക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിഫ്ബി പ്രോജക്റ്റുകൾ വഴി കൊല്ലം നിവാസികൾക്ക്, എൻ്റെ മണ്ഡലത്തിലെ മാത്രമല്ല കൊല്ലത്തെയും സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളുടെയും നിവാസികൾക്ക് ഉപകാരപ്രദമായ ഞാങ്കടവ് കുടിവെള്ള പദ്ധതി കൊല്ലം കോർപ്പറേഷൻ്റെ സഹകരണത്തോടുകൂടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ്. അതിൽ 566 കോടി രൂപയാണ് അതിൻ്റെ മൊത്തം ചെലവ്. അതിൽ കിഫ്ബി പദ്ധതി വഴിയുള്ള 342 കോടി രൂപയുണ്ട്. അതുപോലെ അമൃത് പദ്ധതി വഴി കോർപ്പറേഷൻ്റെ വിഹിതവും ഉൾപ്പെടുത്തിയാണ് ആ പദ്ധതി പൂർത്തിയാക്കുന്നത്. കുടിവെള്ളം എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യമാണല്ലോ. കൊല്ലം പബ്ലിക് ഹെൽത്ത് സർക്കിളിലെ പഴയ ട്രാൻസ്മിഷൻ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാൻ കേരള വാട്ടർ അതോറിറ്റി 37 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. 18 കോടിയിലധികം ഇതിനകം ചെലവഴിച്ചു. ഇത് പൂർത്തിയാകുന്നതോടെ കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമമാകും. ഇവയ്ക്ക് പുറമെ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും പൊതുവായി ഗുണം ചെയ്യുന്ന, എന്നാൽ ഇരവിപുരം നിവാസികൾക്കും പ്രയോജനപ്പെടുന്ന മറ്റു ചില പദ്ധതികളുമുണ്ട്. കൊല്ലത്തിന്റെ അഭിമാനമായ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 45 കോടി രൂപ ചെലവിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. 35 കോടിയിലധികം രൂപ ഇതിനകം നൽകി. കായിക പ്രേമികൾക്കും യുവജനങ്ങൾക്കും ഇതൊരു മുതൽക്കൂട്ടാകും. പുതിയ കാലഘട്ടത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വർക്ക് നിയർ ഹോം പദ്ധതിക്കായി സ്കിൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കാൻ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ 27 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇരവിപുരം മണ്ഡലം എങ്ങനെയാണ് വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. റെയിൽവേ മേൽപ്പാലങ്ങൾ, നവീകരിച്ച റോഡുകൾ, തീരസംരക്ഷണം, മെച്ചപ്പെട്ട ആരോഗ്യ, വിദ്യാഭ്യാസ, കുടിവെള്ള സൗകര്യങ്ങൾ, കായിക, നൈപുണ്യ വികസന പദ്ധതികൾ എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഇവയിൽ പലതും പൂർത്തിയായി. ചിലത് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. മറ്റു ചിലത് അംഗീകാരം ലഭിച്ച് തുടങ്ങാനിരിക്കുന്നു. ഈ പദ്ധതികളെല്ലാം പൂർണ്ണമാകുമ്പോൾ ഇരവിപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് ഏജൻസികളിലൂടെയും ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.